എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അയാൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നോട് 35 ലക്ഷം റുപ്യ നിങ്ങൾക്ക് തരും. ഇയാൾ നമ്മളെ പറ്റിയിട്ട് അറിയുന്ന ആളാണ്. ഞാൻ പറയും എന്ത് വർത്താനം പറഞ്ഞത്. നമ്മളവിടെ നിൽക്കുന്നതോട് കൂടിയിട്ട് കുറേ പകൽമാന്യന്മാരുണ്ട്, അറിയാവുന്ന ആൾക്കാർ, ഒരാരും അങ്ങോട്ട് വരില്ല. അങ്ങനെ ആ സമയത്താണ് ഒരു അറബി വരുന്നത്. അവിടെ റൂം എടുക്കാൻ വരികയാണ്. ലോഡ്ജും കൂടിയാണത്. അയാൾ വന്ന് അയാളോട് നമ്മൾ ഇവിടെ റൂം എടുക്കണ്ട, നമുക്ക് അപ്പുറത്ത് റൂം ഉണ്ട് എന്നിട്ട് അയാൾ തിരിച്ചയച്ചു. അതോടുകൂടി ഈ ബാറിലെ ആളുകൾക്ക് ദേഷ്യം കൂടി അടി ഉണ്ടായി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതേ നമ്മൾ ഉണ്ടാവുള്ളൂ. ആ കബറിൽ കൊണ്ടുവച്ച് അവസാനത്തെ കല്ലും കൂടി വെക്കുമ്പോൾ നമ്മളെ കൂടെ ചിന്തിക്കാൻ കഴിയില്ല. ആ ഒരൊറ്റ നിയ്യത്താണ് മനസ്സിലുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ മുഹമ്മദ്. പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളാഞ്ചേരിക്കാരനായ നന്മ കുഞ്ഞിപ്പക്കയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിപ്പക്ക ഈ ജീവകാരുണ്യപ്രവർത്തനം മാത്രമല്ല, ലഹരിക്കെതിരെയുള്ള ഒരുപാട് ആക്ടിവിറ്റി അവിടെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അത്തരം വിശേഷങ്ങൾ? ലഹരിക്കെതിരെ ഒട്ടേറെ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. ലഹരിയുടെ പ്രയാസങ്ങൾ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണല്ലോ, ലഹരിയുടെ രൂക്ഷമാണല്ലോ ആ നിലക്ക്. പക്ഷെ അത് ചെയ്താൽ ഫലം കാണാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനത്തെ ഒരു സംഗതി, ഒരു മടുപ്പുണ്ടാക്കും. നമ്മളെന്ത് ചെയ്താലും വീണ്ടും അതന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു അത്രയും സമയവും അത്രയും സമ്പത്തും എന്തിനാണ് അതിന് ചിലവാക്കണമെന്ന് വരെ ചിലപ്പം തോന്നിപ്പോവും. എന്നിരുന്നാലും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ആൻസിനെ കുറിച്ചാണ്. ആൻസ് പാൻപരാഗൊക്കെ വിൽക്കുന്നത് പിന്നെ നിയമപരമായിട്ട് നിരോധിച്ച സംഗതിയാണ്. പക്ഷെ എന്നിരുന്നാലും മിക്കവാറും ചില കടകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടകളിലുള്ളത് പലരും നമ്മളെ വിളിച്ച് പറയും, ഇന്ന സ്ഥലത്ത് സ്ഥാപനത്തിൽ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ രഹസ്യമായിട്ട് അത് ഉറപ്പുവരുത്തും ആദ്യം. ചിലപ്പോൾ ആരെങ്കിലും വിട്ടിട്ട് വാങ്ങും. അത് വാങ്ങാൻ പറ്റുന്ന ആളെ വിട്ടിട്ട് അത് ഉറപ്പിച്ചിട്ട് അത് ബന്ധപ്പെട്ട പോലീസിനാണ് കുറച്ചെങ്കിലും ഒരു ഫൈനും കാര്യമൊക്കെ ഉള്ളത്. എക്സൈസിന് തുച്ഛമായ ഫൈനുള്ളൂ. പിടിച്ചു കഴിഞ്ഞാൽ 100 150 അടച്ചു കഴിഞ്ഞാൽ അവരെ പ്രശ്നം തീർന്നു. പോലീസാകുമ്പോൾ പിന്നെ ഒരു 3, 3.5, 4 അങ്ങനെ റേഞ്ചിലൊക്കെ 5 റുപ്യ വരെയൊക്കെ 5000 റുപ്യ വരെയൊക്കെ ഫൈന് വാങ്ങലുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്നിരുന്നാലും അതൊന്നും അധികമല്ല. ഇവർക്ക് വിറ്റിട്ട് കിട്ടുന്നത് നല്ല ലാഭമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഇവർ അത് നിർത്തൂല, വീണ്ടും ചെയ്യും. ഫൈനൊന്നും കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇത് ഭയങ്കര ഒരു ശീലമാണ്, ഒരു ഹാബിറ്റാണ് ഇതിങ്ങനെ വിൽക്കണത്. അവർ പറഞ്ഞു വെച്ചാൽ ഇതിന് നല്ല ലാഭമാണ്. ഇത് വിറ്റിട്ട് മാത്രം വാടക കൊടുക്കണവരുണ്ട്. വാടക പൈസ അതിന് കിട്ടുന്ന പോലും പറയുന്നത്. പിന്നെയാണ് നിർത്തുക. അപ്പോൾ ഇതിൽ ചില ആളുകൾ ഇപ്പോൾ വളാഞ്ചേരി തന്നെ നല്ല പ്രായ ഒരാൾ 8 പ്രാവശ്യം അയാളെ പിടിച്ചു. 8 തവണ അയാളെ പിന്നെ പിടിച്ചെങ്കിൽ കൂടി അയാൾ നിർത്തിയില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം ഒരാളെ ചുറ്റുപാട് പറയുകയാണ് ഞാൻ. അയാളെ സംബന്ധിച്ചോളം അത് വിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അയാളുടെ ചുറ്റുപാടിൽ അയാളെ ഭാര്യയും കുടുംബക്കാരൊക്കെ തടഞ്ഞാലും അയാളത് ചെയ്യും. കുറച്ച് പ്രായമുള്ള ആളാണ്. അങ്ങനെ ഈ ലാസ്റ്റ് 8 പ്രാവശ്യം പിടിച്ചപ്പോൾ ഞാൻ നേരെ SP വിളിച്ചു ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇന്ന മാതിരി ഇത്ര പ്രാവശ്യമായി പിടിക്കണം സാറേ, എന്തെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെ ആവർത്തിക്കുകയാണല്ലോ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പരിഹാരം ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ അയാൾ സ്റ്റേഷനിൽ ചോദിച്ചു, നമ്മൾ പറഞ്ഞെങ്കിലും വിളിച്ച് ചോദിച്ചപ്പോൾ സംഗതി ഒക്കെ ശരി തന്നെ. കാരണം അയാൾ കേസിട്ട് തന്നെ ഓൽക്കറിയാം. അങ്ങനെ അയാളെ പിന്നെ അതിന് വകുപ്പൊക്കെ കയറ്റി വെച്ചിട്ട് അയാളെ നേരെ പിന്നെ റിമാൻഡ് ചെയ്തു. സ്ട്രോങ് ആയി റിമാൻഡ് ചെയ്തതിൽ ഉള്ളിൽ കിടന്ന് അയാൾ പിന്നെ ആ റിമാൻഡിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി അയാൾ കച്ചവടം തന്നെ നിർത്തി. ഈ മൊത്തം കച്ചവടങ്ങൾ നിർത്തി. അതോടുകൂടി സത്യത്തിൽ അയാളെ വീട്ടുകാർക്ക് പോലും അതിൽ നല്ല സംതൃപ്തിയായി, ഹാപ്പിയായി. കാരണം അയാൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ ലഹരിക്കെതിരെ നടത്തുന്ന വേറെ സംഗതി വെച്ചാൽ ഈ വാറ്റ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കലാണ്. കള്ളവാറ്റ് അത് പിടിച്ച് പിന്നെ രംഗത്തെത്തിച്ചിട്ടുണ്ട്. അതിനുള്ള വിറ്റ്നസ് നിൽക്കുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒന്ന് പ്രധാനപ്പെട്ട സംഗതി, ഒരു ജനകീയ സമരം ഉണ്ടായി വളാഞ്ചേരി. അവിടെ 2 ബാറ് നിലനിൽക്കുമ്പോഴാണ് ഒരു ബാറും കൂടി വരുന്നത്. അപ്പോൾ ഈ മദ്യത്തിനെതിരെ അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ എല്ലാവരും ഞങ്ങളെല്ലാം കാണുന്നും കേൾക്കുന്നതാണ്. കാരണം ഈ പ്രയാസപ്പെടുന്ന ആളുകളുടെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരാണ് എല്ലാവർക്കും പ്രത്യേകം അറിയാം. ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള വരുമാനം, ആ കുടുംബനാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ പോകുന്നത് ഈ ബാർക്കാണ്. അറിയാം, നമ്മളിതാ ഈ കാരണം കൊണ്ട് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് നേരിട്ട് കാണുന്നത്. പിന്നെ അത്രയും പ്രയാസപ്പെടുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഈ മദ്യം എന്ന് പറഞ്ഞ ഒരു വില്ലനായിട്ടാണ് നിൽക്കുന്നത്.
ഇയാൾ ഒന്നും പെരേക്ക് കൊണ്ടുവരില്ലാന്ന് മാത്രമല്ല, ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അടിയും കുത്തും, സ്വസ്ഥ. വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വാപ്പാണ്ട് മരിച്ചു കിട്ടിയാൽ ഏറ്റവും നന്നായിരുന്നു, എന്നാൽ ഒരു യത്തീം എന്നുള്ള പരിഗണന ഞങ്ങൾക്ക് ആൾക്കാരൊന്നും കിട്ടുമല്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹായിട്ടില്ലേനും ജനങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കൂല. നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കള്ളുടിയനാണ് സഹായിക്കുന്നത്, എന്തിനാ ഓൽക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളും ഭാര്യയും കുട്ടികൾക്കും ഇപ്പോൾ ഈ പ്രയാസം അവർക്കല്ലേ അറിയുള്ളൂ. അതാണ് അതിൻ്റെത്. അപ്പോഴാണ് ഒരു 2 ബാറിന്ന് ഇഷ്ടമായ കച്ചവടം നടക്കുമ്പോൾ 3ാമതൊരു ബാറും കൂടി വരുന്നത്. പിന്നെ ഇതിൽ വേറെ ഒന്നുണ്ട്, ഈ ലഭ്യത കൂടുന്നതോട് കൂടി ഇതിന് ഉപയോഗം കൂടുമല്ലോ, എല്ലാ സാധനവും അങ്ങനെ തന്നെ. ഈ 3ാമത്തെ ബാറ് പിന്നെ വരാമെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അതിനെതിരെ പേപ്പർ വർക്ക് തുടങ്ങി, കടലാസ് വർക്കുകൾ. അതാണല്ലോ മെയിനായി ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യാനില്ല, അതാണ് ചെയ്യേണ്ടതും. അങ്ങനെ ആ പേപ്പർ വർക്ക് ചെയ്യുന്നതോടുകൂടി അതങ്ങനെ പലയിടത്തും പരാതി കൊടുത്തു. അതിന് ദൂരപരിധി ഉണ്ട്, അതിൽ പള്ളിയുണ്ട്, അപ്പുറത്ത് മദ്രസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തു. അതിങ്ങനെ നീണ്ടു പോയി. നമ്മൾ ഈ പേപ്പർ വർക്ക്, ഈ കടലാസ് വർക്ക്, ഈ പരാതികളൊക്കെ ഇങ്ങനെ ചെല്ലിനോട് കൂടി തന്നെ കോടതിയിൽ വരെ പോയി. കോടതിയിൽ പോയിട്ടുണ്ട്, വക്കീലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതിൻ്റെ വാദവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10 വർഷം അതിന് ലൈസൻസ് അവർക്ക് കിട്ടിയില്ല. 10 കൊല്ലം പിടിച്ചു നിന്നു. അങ്ങനെ ഒരു 10 വർഷത്തോളം ആയപ്പോൾ പിന്നെ ഒരു സുപ്രഭാതത്തിൽ കണ്ടിക്കണ് അവിടെ പിന്നെ ഒരു ഹോട്ടൽ, അത് തുടങ്ങുന്ന പറഞ്ഞ സ്ഥലം നമുക്കറിയാമല്ലോ. അവിടെ ഹോട്ടലിൻ്റെ ബോർഡൊക്കെ നന്നാക്കി വെച്ചു, ബാറൊന്നും വെച്ചിട്ടില്ല, ഹോട്ടലിൻ്റെ ബോർഡൊക്കെ നന്നാക്കി വെച്ച് സംഗതി പിന്നെ അവിടെ ബാറ് തുടങ്ങിയാണ്. ഭാഗ്യം ഹോട്ടലാണ്. ഭാഗ്യം ഹോട്ടലാണ്. കാരണം അന്ന് ഈ 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടിയാലാണ് ഇതിൻ്റെ ഈ ബാറിൻ്റെ ലൈസൻസ് പെട്ടെന്ന് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവർ ആരും ഈ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ ലൈസൻസാണ് ആദ്യം എടുക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ബാറിൽ കൊണ്ടുവരും. പിന്നെ 4 സ്റ്റാർ ഹോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാറിൻ്റെ ഇത് കൺസെൻറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടുള്ളൂ. അങ്ങനെ ഈ പിന്നെ ഇതോടുകൂടി ഇത് മനസ്സിലാക്കിയേക്ക് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൽ പിന്നെ ബാറിൻ്റെ ബോർഡില്ലെങ്കിലും അവിടെ മദ്യം വിൽക്കുന്നുണ്ട്, ആൾക്കാർ വന്ന് കുടിച്ചു പോകണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പരാജയപ്പെട്ടല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളിതിനിടയ്ക്ക് ഇങ്ങനെ വിവരാവകാശം ഇങ്ങനെ അയക്കും, ഈ സ്ഥാപനത്തിൽ അപേക്ഷ കിട്ടിയിട്ടുണ്ടോ, ഇവർക്ക് ലൈസൻസ് അനുവദിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അയക്കും. അതിൽ ഈ സ്ഥാപനത്തിന് നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഒരു ചോദ്യത്തിന് ഇവർ മറുപടി തന്നിട്ടില്ല, പെൻഡിങ് ഇട്ടു. ആ സമയത്താണ് ഇവരിത് തുറക്കും ചെയ്തത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഇത് അനുവദിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരുങ്ങാലോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി ഒരു മറുപടി തന്നില്ല. അതിൻ്റെ പരാതി കൊടുത്തു, സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അതിന് പിന്നെ മലപ്പുറം കളക്ടറേറ്റ് വിളിച്ചിരുന്നു, ഒരു ഇറങ്ങിന് വിളിച്ചിരുന്നു. അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യുന്നത് അവർ പറഞ്ഞപ്പോഴും അത് പിന്നെ കേസ് നിൽക്കൊന്നുമില്ല, ഞങ്ങളെ പരാതി നിലനിൽക്കും, അത് പിന്നെ തീരുമാനം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്നുണ്ടാവുക ഏതെന്നുള്ള അറിയില്ല, സത്യത്തിന് പിന്നാലെ പോയി മടുത്തുകണ്. എന്തായാലും ഈ വിവരാവകാശത്തിന് പിന്നെ മറുപടി തരാത്തതിന് ശരിക്കും വേറെ വകുപ്പുണ്ട്. അപ്പോൾ ഫൈൻ അടപ്പിക്കാനും ഈ നിലവിലുള്ള ഉദ്യോഗസ്ഥന് അത് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അതതിൻ്റെ വൈക്ക് നടക്കണം. സ്റ്റാർട്ട് ചെയ്തു, ഹോട്ടൽ കം ബാർ ഓപ്പൺ ചെയ്തു. ഈ ബാറ് ഓപ്പൺ ചെയ്തോട് കൂടിയിട്ട് നമ്മളെന്ത് ചെയ്തു, നാട്ടിലുള്ള ആൾക്കാരെ, മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ഇതര സംഘടനകൾ എല്ലാവരും കൂടിയിരുന്ന് പിന്നെ ആലോചിച്ച്, നമുക്കിത് ഇത്രയും നമ്മൾ 10 വർഷം പോലെ നമ്മൾ സമരം ചെയ്ത് ഇതുവരെ എത്തിയില്ലേ, ഇതിങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലോ, നമുക്കവിടെ ജനകീയ സമരം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് സമരം കുത്തിരിപ്പ് സമരം, സായാഹ്ന ധർണ. അത് പിന്നെ ഓരോ ദിവസവും ഓരോ മഹല്ല് പള്ളി കമ്മിറ്റിമാർ അവരെ ഏറ്റെടുക്കും. നമ്മളവിടെ ഉണ്ടാവണം കുറച്ച് ആൾക്കാർ, അവർ വന്നു, അവരാണ് നടത്തുക. അങ്ങനെ 100 ദിവസം തുടർച്ചയായി നിർത്തി. 100 ദിവസം തേഞ്ഞോട് കൂടിയിട്ട് നമ്മളെ സമരം അവിടെ നടക്കണുള്ളത് ശരിയാണ്. ഓല് ബാറിന്ന് വെള്ളം അടിച്ച് പോകണ പോലെ ബാറും വർക്ക് ചെയ്യണം, ഇങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ 100ാമത്തെ ദിവസം അന്നത്തെ പ്രതിപക്ഷ നേതാവ് VM സുധീരനാണ്. ഈ സുധീരൻ സാറ് ഭയങ്കര താല്പര്യമാണ് ഈ വിഷയത്തിൽ, ഈ ലഹരിക്കെതിരെയുള്ളത്, ഈ ബാറിനെതിരെ, മദ്യത്തിനെതിരെ ഒരു മദ്യവിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട് അവരെ നേതൃത്വത്തിൽ 100ാമത്തെ ദിവസം ഒരു വലിയ പൊതുപരിപാടിയൊക്കെ വെച്ചിട്ട് അത് അവസാനിപ്പിച്ചു. അങ്ങനത്തെ ഒരു ജനകീയ സമരം നിലനിൽക്ക് അങ്ങനെ സംഗതി നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സമരവും ഇതൊക്കെ ഈ ലഹരിയാവുമ്പോൾ എന്തായാലും ഒരുപാട് വെല്ലുവിളി നേരിട്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളും
ഫിസിക്കലി ടോസിങ് ആവാം, ആ നിലക്കുള്ള ഒരു ഇത് കുറേ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത്ര അനുഭവങ്ങൾ ഈ ഒരു ബാറിന്ന് വളാഞ്ചേരിയിലെ വേറൊരു ബാറിന്ന് ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ആ തൊട്ടടുത്ത ഒരു പിന്നെ തോട്ടിൽ തട്ടിയിരുന്നു. അത് പിടിച്ച് സ്വാഭാവികമായിട്ടും ബാറുന്നല്ലേ, നമ്മൾക്ക് വിവരം വന്ന് നമ്മൾ ചെന്ന് നോക്കി അങ്ങനെ എടുത്തു. അങ്ങ് പിന്നെ മുനിസിപ്പാലിറ്റിനെ കൊണ്ട് സ്റ്റോപ്പ് അമ്മ കൊടുത്തു. ഒരു ബാറ് പൂട്ടി. പക്ഷെ പിറ്റേ ദിവസം തന്നെ 24 മണിക്കൂർ മുമ്പേ ഓല് വേറെ അതിന് മേലെ ഓർഡർ വാങ്ങിയിട്ട് തുടങ്ങി, സ്വാധീനം ചെലുത്തി തുടങ്ങിയോട് കൂടിയിട്ട് അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ തടസ്സം ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടൊരു ആവേശമുണ്ട്, ദേഷ്യമുണ്ട്, ആ നിലക്ക് നമ്മളിതിനെ ഒരു പ്രതികരിക്കാൻ നിലക്ക്. പക്ഷെ അതിലെ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ കടന്നുകൂടിയിരുന്നു. നമ്മൾ സമരത്തിനല്ല അവരുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലായിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പിന്നെ കഴിക്കരുത്, ഇന്നിമാർ ചെയ്ത ടീമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മടക്കി വെച്ചാൽ വേറെ ഒരിടത്തേക്ക് പോകും. എന്തായാലും തന്നെയല്ല, നമ്മളവിടെ നിൽക്കുന്നതോട് കൂടിയിട്ട് കുറേ പകൽമാന്യന്മാരുണ്ട്, അറിയാവുന്ന ആൾക്കാർ, ആരും അങ്ങോട്ട് വരില്ല. അങ്ങനെ ആ സമയത്താണ് ഒരു അറബി വരുന്നത്, ഒരു വിദേശി അവിടെ റൂം എടുക്കാൻ വരികയാണ്. ഈ ബാറ് ലോഡ്ജും കൂടിയാണിത്. അയാൾ വന്ന് അയാളോട് നമ്മളെ കൂട്ടത്തിൽ ഭാഷ അറിഞ്ഞ ആൾ സംസാരിച്ചു, നിങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കരുത്, ഇന്നിമാതിരി അവസ്ഥ, ഇവിടെ റൂം എടുക്കണ്ട, എനിക്ക് അപ്പുറത്ത് റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചയച്ചു. അതോടുകൂടി ഈ ബാറിലെ ആളുകൾക്ക് അതിൻ്റെ ദേഷ്യം കൂടി അവർ വന്നിട്ട് ഞങ്ങളേറ്റ് വർത്തമാനത്തിന് വന്നു. അതിൽ ഓല അടിച്ചപ്പോൾ അടി ഉണ്ടായി, തിരിച്ചങ്ങോട്ടും അടിച്ചു. അവിടുത്തെ ഉണ്ടായിരുന്ന വേറെ പൂച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അത് അവരെന്നെ എടുത്തിട്ട് പൊട്ടിച്ചിട്ടു. ആവാൻ വേണ്ടി നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് നല്ല അടി കിട്ടിയിരുന്നു. പക്ഷെ ആ ആൾ പൂർണ്ണമായിട്ട് നമ്മളൊപ്പം നിൽക്കുന്ന ആളല്ലായിരുന്നു. സത്യത്തിൽ അയാളുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയായിരുന്നു, കാശുണ്ടാക്കാനുള്ള പരിപാടി എന്ന ആൾക്ക്. അങ്ങനെ അയാൾ പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യണം, ഇവരിൽ നിന്ന് വലിയ എമൗണ്ട് എങ്ങനെയും വാങ്ങണം ഈ പേര് പറഞ്ഞിട്ട്. അപ്പോൾ ആ രൂപത്തിൽ കേസ് പോകണം എന്നുള്ളതാണ് അയാളെ താല്പര്യം. നമ്മൾ പറഞ്ഞു ഒരിക്കലും ഇല്ല, പിന്നെ നമ്മളെ ഉദ്ദേശം അതല്ല, ഓരോന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഓരോന്ന് പൈസ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആൾക്കാരല്ല, നിങ്ങൾക്ക് അത് കൊടുത്തൂടെ എന്ന് വെച്ചു. അങ്ങനെ പാവപ്പെട്ടവർ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് എന്നും പിന്നെ നമ്മളെ വിശ്വാസത്തിലും നമ്മളെ താല്പര്യത്തിലും അല്ലെങ്കിൽ നമ്മളെ ഇതിൽ പെട്ടതല്ല, നമുക്ക് ചെയ്യാൻ പാടില്ല സംഗതിയാണൊക്കെ. അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞു. അപ്പോൾ അവനക്ക് അതൊന്നുമില്ല, അവർക്ക് പൈസ വേണം. അങ്ങനെ അവരെന്ത് ചെയ്തു, അവർ രണ്ട് പ്രതികളിൽ തന്നെ, ഞങ്ങൾക്ക് ഈ പ്രതികൾക്ക് തന്നെ 2 വക്കീലായി. നമുക്ക് അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ ആ നിലക്ക് നമ്മളതിൻ്റെ നിയമോപദേശത്തിനനുസരിച്ച് നമ്മൾ ആ കേസ് അത് പിൻവാങ്ങിയെന്ന് പറയാം. നമ്മൾ മാറി ഇന്ന് കൊടുത്തു. കാരണം വെറുതെ പിന്നെ അതിന് സമയവും പൈസയും കളയാന്നല്ലാതെ കാര്യമില്ല. റിസൾട്ട് കിട്ടിക്കോളൊന്നുമില്ല. റിസൾട്ട് കിട്ടും, ജനകീയ പ്രതിരോധം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. വലിയ കാര്യമാണ്. അതെ. എന്തായാലും ഈ വെല്ലുവിളി മാത്രമല്ല, പ്രലോഭനങ്ങൾ ഇതിൻ്റെ മറ്റൊരു മറുഭാഗമാണ്. ഇത്രയും കേസിൽ ഇടപെടുമ്പോൾ പ്രലോഭനം എന്തായാലും വന്നിരിക്കും. അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്, വലിയ എമൗണ്ടാണ്. അതായത് ഈ ബാറ് തുടങ്ങാനുള്ള ബാറുണ്ടല്ലോ, ആ ബാറിൻ്റെ ആൾ പിന്നെ എന്നെ വിളിക്കുകയാണ്. ഈ പേപ്പർ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിടുന്നുണ്ട്, അവർക്ക് ഒരു പേപ്പർ ഇഷ്യൂ ചെയ്ത് കിട്ടില്ല. അതപ്പോൾ ഈ പരാതി അവിടെ നിൽക്കുമ്പോൾ നിൽക്കും, നിരന്തരം വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിവരാവകാശം അയക്കുന്നുണ്ട്, ഇത് അയക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അളവ് നടക്കുന്നു, കോടതിയിൽ കോടതി അവർ വിളിച്ചു, ഇതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, കുഞ്ഞിപ്പല്ലേന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ നന്മയുടെ കുഞ്ഞിപ്പല്ല് ചോദിച്ചു. അതന്നെയെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പിന്നെ ആളെ പേര് പറഞ്ഞു, ഇന്ന ആളാണ് ഓണറാണ് വിളിക്കുന്നത്. ബാറിൻ്റെ ഓണറാണ് വിളിക്കുന്നത്. ഓണർ എന്ന് പറഞ്ഞാൽ 10-15 ആൾക്കാർ അവരെ സ്വന്തക്കാരനാണ് അങ്ങോട്ടും കൊണ്ടൊക്കെ. അതൊക്കെ അതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ എടുത്തിരുന്നു. പാർട്ട്ണർമാരെ വിവരം വേണ്ടിയിട്ട് അവിടെ പ്രദേശത്തുള്ള മുസ്ലിമായ ഒരാൾക്കതിൽ പങ്കുണ്ടെന്നൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. നമുക്ക് അറിയാമല്ലോ, എന്ന് വെച്ചാൽ ഞങ്ങളതിൻ്റെ വിവരാവകാശ പ്രകാരം അതിന് എല്ലാവരും അഡ്രസ്സ് വാങ്ങിയത്. അത് ആ ചുറ്റടുത്തുള്ളവരും ഉണ്ടായിരുന്നില്ല. ഒക്കെ അവരെ നാട്ടിൽ തന്നെ തൃശ്ശൂർക്കാരൊരു ടീമായിരുന്നു, പരസ്പരം കുടുംബക്കാരനായിരുന്നു അവർ. അങ്ങനെ ഇയാൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തെന്താ ഇവിടെ വന്നിട്ട് പിന്നെ കാശ് വാങ്ങി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നന്മയുടെ പേരിൽ മറ്റാരും കാശ് വാങ്ങുന്നുണ്ട്, നമ്മളറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കാശ് വാങ്ങി അങ്ങനത്തെ വിഷയം തന്നെ ഇല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കാശ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഈ പണി ചെയ്തിട്ടുള്ളത്. നമ്മളൊരു പിന്നെ ഒരു തിന്മക്കെതിരെയുള്ള പോരാട്ടമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു.
അതിന് നിങ്ങളിരുന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ചെയ്താണല്ലേ പൈസ വാങ്ങണ്ടുള്ളൂ, നിങ്ങൾ ഒരിക്കലും വാങ്ങൂല പറഞ്ഞു, ആരും വാങ്ങൂല പറഞ്ഞു, വാങ്ങിപ്പോയിക്കണ പറഞ്ഞു. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് സൂചനകളൊക്കെ കിട്ടി നമുക്ക് വാങ്ങിപ്പോണ ആളുകളൊക്കെ. അപ്പോൾ അവരൊക്കെ നമ്മൾ ഉള്ളിൽ കളിക്കായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും വാങ്ങൂല. അങ്ങനെ എന്ത് സംസാരം ഉണ്ടെങ്കിലും നന്മയുടെ പേരിലുണ്ടാകണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള മുജീബ് ഡോക്ടർ ഇങ്ങനെയുള്ള ഇക്ബാൽ മാഷ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇവരെന്ന് എന്തെങ്കിലും സംസാരം വന്നല്ലാതെ പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല പറഞ്ഞു. നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൈസ പോയി, നമ്മളറിയില്ല, ഒന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല, നമ്മളെന്ത് ചെയ്യാനാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഉണ്ട് ഒരാൾ പിന്നെ നേരിട്ട് എന്നെ കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്താ സമരത്തെക്കുറിച്ച് ചോദിച്ചു. സമരം ഇപ്പം എന്താ, ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കേണ്ടെന്നല്ല, അതുപോലെ ഇപ്പോൾ തുടങ്ങിയില്ല, ഇനിയിപ്പോൾ അതുകൊണ്ട് നിർത്തുക, അതൊന്നും നടക്കണ കാര്യമല്ല. പിന്നെ ഞാൻ ഓലെ കണ്ടിരുന്നു, ഓല് പറയാണ്, അയാൾ പറയാണ് ഞാൻ എൻ്റെ ഓണറെ ദൂതനാണ്, ഞാൻ കണ്ടിരുന്നു, ഞാനവിടെ പോവലുണ്ട്, അവനവിടെ പോവലുണ്ട്, വേറെ എന്താ പോവലുണ്ട്, സംസാരിച്ചിരുന്നു, എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അയാൾ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു 35 ലക്ഷം റുപ്യ നിങ്ങൾക്ക് തരും. എത്ര വർഷം മുമ്പാണ്? അതിപ്പോൾ ഏകദേശം 15 വർഷത്തോളമായി. അന്നത്തെ മൂല്യം ഒരുപാട് 35. ഞാൻ എന്തായാലും അത് കേട്ടപ്പോഴേ പിന്നെ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇയാൾ നമ്മളെ പറ്റിയിട്ട് അറിയുന്ന ആളാണ്. ഞാൻ പറയും ഈ എന്ത് വർത്താനം പറഞ്ഞത്, പിന്നെ ഇതൊക്കെ അതിന് പറയാൻ പാടുണ്ടോ, നമ്മളൊക്കെ അതിന് അതല്ലടോ ഇജ്ജ് എന്നോട് പറഞ്ഞു ഈ എന്ത് പൊട്ടനാ ഇത്ര പോരില്ലേ ചെങ്ങായി, ഏതായാലും അവിടെ നടത്തും ഉറപ്പല്ലേ. ഉറപ്പാണെങ്കിലും നമ്മളെ മനസ്സിന് ഉള്ളിലാരെങ്കിലും നമ്മളെ പുറത്ത് പറയില്ലോ, നമ്മൾ തടയുന്നതിനല്ല നമ്മൾ പറയാം. അപ്പോൾ ആൾക്ക് വിട്ടാൾ അതൊന്നും നടത്താനൊന്നും നടക്കില്ല, അതൊന്നും നമ്മളെ ഉദ്ദേശം അതല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല പോലെ അത് പിന്നെ ഈ ഇത്രയും ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ഈ പൈസ എങ്ങനെ അവർ തരികയെന്ന് ചോദിച്ചു. പൈസ എന്താണെങ്കിൽ ലിക്വിഡ് ക്യാഷായിട്ട് തരുമെന്ന് പറഞ്ഞു. 35 ലാഖ്. ഞാൻ പറഞ്ഞ് പിന്നെ എനിക്ക് കേട്ടപ്പോൾ തന്നെ എന്താ പഠിച്ചോനെ ഇവരൊക്കെ ഇത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇതിനോട് ചോദിക്കാൻ തന്നെ പാടില്ലാത്തതാണ്, അങ്ങനെ സംഭവം നടക്കാണ്ടിരുന്നു നമ്മളെ പറ്റിയിട്ട്. അപ്പോൾ ഓൻ പറഞ്ഞു ഓല എന്തായാലും തുടങ്ങും, ആ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ, നിങ്ങൾക്ക് ബാക്കിയുള്ള സൗകര്യങ്ങളും പലതും ചെയ്തു തരും എന്നറിഞ്ഞ്. ഞാൻ പറഞ്ഞു പിന്നെ ഒരിക്കലും ഇല്ല, അങ്ങനെ സംഭവമില്ല. പിന്നെ ഇവർ വേറെ ആളെ വിട്ടു, വളാഞ്ചേരി ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങി തരാറുണ്ട്. അടുത്ത ഓഫർ ഫുൾ ചിലവെടുത്ത് തരാറുണ്ട്. നിങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം, നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്തോളി ആൾക്കാരെ ഷോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടെ നമുക്കിത് ചെയ്തു തരാം അല്ലെങ്കിൽ പൈസ തരാം നിങ്ങളുടേതാണ് ഇവരെപ്പോഴും പറയണ അതാണ്. ഒന്നിൽ നിങ്ങൾ പേപ്പർ വർക്ക് നിർത്തിയാൽ മതി, നിങ്ങൾ കടലാസ് നിങ്ങൾ വിടാൻ ഞാൻ മതി എന്നതിൽ പറഞ്ഞിട്ട്. ഈ കടലാസ് വർക്ക് വലിയ പ്രശ്നമാണ്, തലവേദന ഉണ്ടാക്കും. ഒന്നും നടക്കില്ല എന്ന് നമുക്ക് തോന്നി അവർക്ക്. അതിൻ്റെ ഇടക്ക് അതിന് ശേഷമാണ് പിന്നെ ഈ സമരം 100 ദിവസം നടത്തിയതും പിന്നെ നമ്മൾ നിർബന്ധിച്ച് നിർത്തേണ്ടി വന്നു. ഇതിനേക്കാളപ്പുറം രസകരമായൊരു സംഗതി, ഈ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മുജീബ് ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇതിനെ തൊട്ട് ചാരിട്ട് തന്നെ അതിന് വളാഞ്ചേരിയിലെ വേറൊരു ബാറിൻ്റെ ആൾ ഒരു ദിവസം ഡോക്ടറെ കാണാൻ വന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് റൂമിൽ വന്നിട്ട് എല്ലാ പേഷ്യൻറ്റും പോകുന്ന വരെ ആളവിടെ ഇരുന്നിട്ടുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഇയാൾ കയറിയിട്ട് ഇയാൾ മുജീബ് ഡോക്ടർക്ക് ഏകദേശം ഈ ആളറിയില്ല, ഇയാൾ നാട്ടിലുള്ള ആളാണ്, ദൂരമുള്ള ആളല്ല, നാട്ടുകാരെ ബാറാണ്, ശരി പരിചയമുണ്ട്. അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഡോക്ടറെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഈ ബാർ ഇവിടെ തടയണമെന്നുണ്ടെങ്കിൽ ഇവരോട് വരണേന് നല്ലൊരു പണിയുണ്ട്. കാരണം 3ാമത്തെ ബാർ വരാതിരുന്ന് കഴിഞ്ഞാലാണ് ഇവനക്ക് അവിടെ കച്ചവടം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്. ഓൻ പറഞ്ഞ് ഞാൻ നിങ്ങളവിടെ ഒരു 2 സെൻറ്റ് സ്ഥലം തന്നാൽ മതി, ആ മൂലൊക്കെ തരാണെന്നുണ്ടെങ്കിൽ ഒരു പള്ളി ഞങ്ങളിൽ ഉണ്ടാക്കി തരാമെന്ന്. പള്ളി ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ദൂരം പ്രശ്നം വരും, ഭയങ്കര തൊട്ടടുത്ത് തന്നെയാണ്, 200 മീറ്റർ പരിധിപ്പെടും. 200 വളരെ അടുത്താണ്. അതിൽ പിന്നെ ഇയാൾ പറഞ്ഞ് പിന്നെ മുജീബ് ഡോക്ടറാണ് ചിരിച്ചതൊക്കെ കേട്ടപ്പോൾ. ഡോക്ടർ പറയാം പിന്നെ ഇത് വേഗം വണ്ടി വിട്ടോ, ആ വക അതൊന്നും പറഞ്ഞിട്ട് വരണ്ട, നമുക്ക് എൻ്റെ പള്ളി ഉണ്ടാക്കിയിട്ട് എൻ്റെ പൈസ കൊണ്ട് അവിടെ പള്ളി ഉണ്ടാക്കിയിട്ട് വേറെ എടുക്കേണ്ട ആവശ്യമില്ല തിരിച്ചു പോകുന്നു. അതാണ് പറഞ്ഞത്. പല വഴിക്ക് വന്നത്. ഇതിൻ്റെ കൂടെ ഒരു ടീം വളാഞ്ചേരിയുടെ കുറേ വർക്കുകൾ നടന്നിട്ടുണ്ടല്ലോ, ഈ ടീം വളാഞ്ചേരി ശരിക്കും എന്താണ്?
ടീം വളാഞ്ചേരി എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു വർക്ക് ജനശ്രദ്ധ നേടിയൊരു വർക്കായിരുന്നു. എന്താ വെച്ചാൽ ഈ പിന്നെ തെരുവിൽ നടക്കുന്ന ആളുകളെ, ഒറ്റപ്പെട്ട ആളുകളൊക്കെ എടുത്തിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടായി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ കണ്ടെത്തുക ചെയ്യുന്നുള്ളത്. ഈ വർക്കിൽ കുറേ ആൾക്കാർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തിലില്ലാത്തതിനെ പുറത്തെ ആൾക്കാർ ഒരു പറയാൻ നല്ല പരിപാടിയാണ്, അങ്ങനെ എങ്ങനെയെന്ന് പറയും, നല്ല സംഭവമാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പലപ്പോഴും പറയണ്ടായിരുന്നു. ഈ ആളുകൾ ഒന്നിച്ച് കുറേ ആളുകൾ നമ്മൾ ഇങ്ങനെ വിളിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് വളാഞ്ചേരി ഒരു ബംഗാളി ഒരു രാവിലെ വന്നിട്ട് ഭയങ്കര പ്രശ്നം, റോഡൊക്കെ ബ്ലോക്കാക്കി വണ്ടികളൊക്കെ തടഞ്ഞ് ബോർഡൊക്കെ മറിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ പോലീസ് നമ്മളെ വിളിക്കുന്നു. പോലീസ് വിളിച്ചതോടുകൂടി ഞാൻ നമ്മളെ ഒപ്പമുള്ള ആളുകളെ, നമ്മളൊരു സേഫ് പാടത്ത് നിന്ന് അറിയാം, നമ്മളെ കൂടെ വളരെ സജീവമായിട്ട് ആദ്യം മുതലുള്ള ആളാണ്, ഞങ്ങളെ കൂടി ചെന്നിട്ട് ഈ പോലീസിന് മുന്നിൽ ഞങ്ങൾ തന്നെ ചെങ്ങാനെ പിടിച്ച് അവൻ്റെ കയ്യും കാലം കെട്ടി മറിച്ചിട്ടിട്ട് ഞങ്ങൾ പിന്നെ അപ്പോൾ പോലീസ് ഇനി എന്താ ചെയ്യാന്ന് പോലീസ് ചോദിക്കണത്. ആർക്കറിയാം. നമ്മൾ പറഞ്ഞ കുതിരവട്ടത്ത് കൊണ്ടുപോവാം, നിങ്ങളൊരാൾ പോരണം, പിന്നെ അങ്ങനെയാണെങ്കിൽ അവിടെ ബൈസ്റ്റാൻഡറൊന്നും വേണ്ട ആവശ്യമില്ല, സ്ഥിരം അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് പോരാ, പിന്നെ ബാക്കി ക്ലിയർ ആയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം, നമുക്ക് എടുത്ത് പേർക്ക് മാറ്റി എന്തെങ്കിലും ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് ഇയാളെ പേപ്പർ റെഡിയാക്കി കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് പോരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊരു കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, പഴയമാരിയല്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പിന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുക, അതിനൊരു പേരിടണം എന്ന് പറഞ്ഞു. അതിൽ പേര് സേഫു പിന്നെ പറഞ്ഞു, നമുക്ക് സേഫ് വാട്സപ്പ് ചെയ്തെന്നാണ്, ഇങ്ങനെ പേര് ഇങ്ങനെ ഞങ്ങളിങ്ങനെ വാട്സപ്പിൽ കോൺടാക്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം അതിൽ ഞാനും പിന്നെ നമ്മളെ കുഞ്ഞുമോ വളാഞ്ചേരി എന്ന് പറയും, ഒരു ആംബുലൻസ് ഡ്രൈവറാണ്, നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടില്ല, ഈ ആംബുലൻസ് ഡ്രൈവറായിട്ട് വന്നതാണ്. അങ്ങനെ ഓനൊക്കെ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വളരെ സജീവമാണ്. അങ്ങനെ ഞങ്ങളെ കൂടി ആലോചിച്ചിട്ട് നമ്മൾ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൻ പറഞ്ഞ് പേര് ക്ലീൻ വളാഞ്ചേരി എന്നാക്കാറുണ്ട്. ക്ലീൻ ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലീൻ വളാഞ്ചേരി വേണ്ടല്ലേ, നമുക്ക് ടീം വളാഞ്ചേരി ആക്കാറുണ്ട്. ക്ലീൻ വേറെ തല്ലാണ്. അങ്ങനെ ടീം വളാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിൻ്റെ കീഴിൽ ഒരുപാട് ആൾക്കാരെ 200 ചില്ലാൻ ആളുകളെ ഇപ്പം ഞങ്ങൾ പല സ്ഥലത്തായി കൊണ്ടാക്കി. അവർ കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ വിളിച്ച് അന്വേഷിക്കുകയാണ് എവിടെ കിട്ടുക എന്താണെന്നുള്ളത്. അങ്ങനെ അവിടെ കൊണ്ടായി കൊടുക്കും. പിന്നെ അതിന് ബാക്കി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അതിലിടക്ക് ഏറ്റവും വലിയ നല്ല അനുഭവം എന്ന് വെച്ചാൽ ഇവർ കുറേ ആളുകൾ, ഒരു 10-20 ആളുകൾ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കിയപ്പോൾ ആദ്യം ഇവരൊന്നും സഹകരിക്കില്ല. ഇവർ തലയിൽ കൂടെ നല്ല വെള്ളം പാർന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഫോൺ കൊടുത്തപ്പോൾ ഫോണിലെ നമ്പർ ശരിക്കും ഡയൽ ചെയ്തു. അതൊക്കെ ഓർമ്മയുണ്ടാവില്ലേ? അത് മറന്നുപോയ സംഗതിയാണ്. പിന്നെ ഇങ്ങനെ ഒരു ആശ്വാസം കിട്ടിയപ്പോൾ പേരെന്നെ മറന്നിട്ടുണ്ടാവും, പേര് വെച്ചാൽ ഓർമ്മയില്ലായിട്ട്. കാരണം ഒരുപാടായ കാലം ആൾക്കാർ ചോദിച്ചിട്ട് ആരും വിളിക്കുന്നില്ലല്ലോ, പേരൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ചില ആൾക്കാർ നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ 10 അക്കം ശരിക്കും അടിച്ചപ്പോൾ അപ്പുറത്ത് ഫോൺ അടിക്കുകയാണ്. ഇവരെ സ്വന്തം കുടുംബക്കാർ ഒരിക്കൽ വിളിച്ചൊരു അളിയനായിരുന്നു, വാപ്പയായിരുന്നു, ഉമ്മയായിരുന്നു, ഇങ്ങനെ പലവരായിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അങ്ങനെ അവർ വന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടായി കൊടുക്കുന്നുണ്ട്. പെരുമ്പാവൂർ ഒരാളെ നമ്മൾ കൊണ്ടായി കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ അവർ പൈസ ഒക്കെ അവർ തരും കേട്ടോ, വണ്ടി പൈസ ഒക്കെ അവർ അയച്ചു. അങ്ങനെ ചെയ്ത വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന ടീം വളാഞ്ചേരിയുടെ വർക്ക് എന്ന് വെച്ചാൽ ഈ കോളനികളിലൊക്കെ, കോളനി എന്ന് ഉദ്ദേശിച്ചാൽ ഈ പഴയ ഓട്ട വീടുകളുണ്ടാവില്ല, അതൊക്കെ പൊളിഞ്ഞാടാറായി നിൽക്കുന്നുണ്ടാവും. ആ വീട്ടിൽ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം, അവർക്ക് ഒരിക്കലും ഇനി ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാവില്ല. പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രയാസങ്ങൾ, വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും, അല്ല പിന്നെ അതിൻ്റെ ആധാരത്തിൽ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കും. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾ തന്നെ സമാധാനമായിട്ട് ആ വീട് ഞങ്ങൾ പൊളിച്ച് ശരിയാക്കിയിട്ട് ഞങ്ങളതിൻ്റെ ഫ്രെയിമൊക്കെ നമ്മളും കൂടി പണിയാണ്. അപ്പോൾ ഫ്രെയിമൊക്കെ അങ്ങനെ അടിച്ചിട്ട് ഞങ്ങൾ അതിന് മേഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ ഒരു 8-10 വീടുകൾ ഞങ്ങൾ അതേമാതിരി ചെയ്ത് കൊടുത്തു. ആരും സഹായിക്കും, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം തരും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഞങ്ങൾ പണിയെടുത്ത് കൊടുക്കും. കംപ്ലീറ്റ് മേഞ്ഞ് കൊടുക്കും, ഒരു കംപ്ലീറ്റ് മേഞ്ഞ് കൊടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റോഡിൽ ഈ മാർഗ്ഗ തടസ്സങ്ങൾ, ഈ പ്രശ്നങ്ങളുണ്ടായ വഴിയാത്രക്കാർക്ക് പ്രശ്നമായി നിൽക്കുന്ന സംഗതി ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് ക്ലിയർ ആക്കി കൊടുക്കും. മരങ്ങൾ വെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് ആയിക്കണം. അതിൽ മാർഗ്ഗതടസ്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളാഞ്ചേരിയിൽ റോഡിൽ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. ഈ റോഡ് ഡിവൈഡർ, ഈ ഡിവൈഡറിൻ്റെ മുകളിൽ സിഗ്നൽ ബോർഡില്ല. അപ്പോൾ നിരന്തരം വണ്ടികൾ വന്ന് അടിക്കുമായിരുന്നു.
അപ്പോൾ ഞങ്ങൾ PWD പോയി, പിന്നെ മുനിസിപ്പാലിറ്റി, പോലീസ്, പിന്നെ ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയാണ് അത്ര ചെയ്യണത്. ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇത് ആരെന്താ ചെയ്യുന്നത്, ഇത് ആരെയും ഉത്തരവാദിന്നോ, എല്ലാവരും പറയാം ഞങ്ങളല്ല കൈയൊഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പയ്യിന്ന് പൈസ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ബോർഡിൻ്റെ മുകളിൽ സിഗ്നൽ അടയാളം വെച്ചു കൊടുത്തു. അതിന് ശേഷം 1 വർഷത്തോളം അപകടമൊന്നും പറ്റിയിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഭാഗത്ത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഒരു ദിവസം കംപ്ലൈൻറ്റ് 2 വണ്ടി ഒന്ന് ഇടിച്ചു. വീണ്ടും ഞങ്ങൾ ശരിയാക്കി. പക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് വീണ്ടും ഇപ്പോൾ ഒരു സ്ഥലത്ത് വീണ്ടും വണ്ടി അടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ടുണ്ടോ അത് അതേ അവസ്ഥ കിടക്കുക. ഇനിയിപ്പോൾ ഞങ്ങളത് ശരിയാക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇടപെടലുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള ആളുകൾ അവരുടെ വീടിൻ്റെ സ്വന്തം മുമ്പിൽ റോഡിൻ്റെ വക്കിലാണ് ഒരു സ്ത്രീയുടെ വീട്. ആ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ആ റോഡ് അവർ പറഞ്ഞു വെച്ചാൽ ആ റോഡ് ഇൻ്റെതാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ സ്ഥലം കൊടുത്താണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ, ഈ വഴികളൊക്കെ ഓരോരുത്തർ കൊടുത്താലോ. ഇൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ ഈ ചാക്കിൽ സാധനങ്ങൾ കൊടുന്ന് കല്ലും ഇതൊക്കെ കുടിച്ച് നിറക്കുക റോട്ടിൽ. അങ്ങനെ അവിടെ ആകെ പന്തായിട്ടും വൃത്തികേടായി കിടക്കുകയാണ്. ഒരു ദിവസം ഞങ്ങൾ പോലീസ് പറഞ്ഞു, പോലീസ് 3 ആളെ വിട്ടുന്നു. എന്നിട്ട് ഈ സ്ത്രീനെ തടഞ്ഞു വെച്ച് പിടിച്ചിട്ട് ഞങ്ങളൊക്കെ കൂടി JCB കൊടുത്തിട്ട് ഞങ്ങളെ ചിലവിലാന്നൊക്കെ ചെയ്ത് വൃത്തിയാക്കി. അത്രയും സാധനങ്ങളുണ്ട്, അത്രയും സാധനം നിറച്ചിട്ട് കംപ്ലീറ്റ് മാറ്റി. അതങ്ങനെ കയറി വരുന്നു. പക്ഷെ വീണ്ടും ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ തന്നെ പോയിങ്ങാണ്ട് ഇത് പിന്നെയും കൊടുന്നൊക്കെയായിരുന്നു. അപ്പോൾ കൊടുന്നൊക്കെ ഞങ്ങൾ മാറ്റും. പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പോൾ ആ സ്ത്രീ വെച്ച് ഇപ്പോൾ ഏകദേശം പിന്നെ എത്തിക്കണം. ഇപ്പം ഞങ്ങൾ പോലീസ് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതൊരു വേറത്തെ പരിപാടിയാണ്, ഇല്ലാത്താവും ഒരുപക്ഷെ. ടീം വളാഞ്ചേരിയുടെ ഒരു പ്രധാന പ്രവർത്തനം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ആളുകൾക്ക് ആളുകളെ കൊണ്ടായി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഈ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് കാര്യങ്ങൾ ഒന്നുമില്ല, തുച്ഛമായ എന്തൊക്കെയുള്ളൂ. അത് നിലനിന്ന് പോകണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആളുള്ളടുത്ത് ഭയങ്കര പ്രയാസത്തിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാ മാസവും അവർക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കും. നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറി, പലചരക്ക്, ഡ്രസ്സ്, പിന്നെ ഈ ഡിറ്റർജൻറ്റ് സാധനങ്ങൾ, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ വീട്ടിലെ ആൾക്ക് വരുമല്ലോ, സ്റ്റേഷനറി സാധനങ്ങളൊക്കെ. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് പിന്നെ വളാഞ്ചേരിക്കാർ കച്ചവടക്കാർക്ക് മുഴുവൻ അറിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരു മാസം തെറ്റാത്തന്നെ അവർ ചോദിക്കും എന്താ പ്രാവശ്യം ഫോൺ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ കൃത്യ ഡേറ്റ് വയ്ക്കും, നമ്മൾ കഴിയും. വെച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ 1-2 തിരക്കായിട്ട് ഒരു ഡിലേ ആയെന്നല്ലാതെ മിക്കവാറും ഒരു മാസത്തിന് തന്നെ പോകും. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് പോയത് ഈ വെട്ടത്തൂരുള്ള ഈ ആകാശപ്രവൾക്കാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, കൊടുക്കും. അവരോട് ചോദിക്കും അല്ലേ? അത് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഉറപ്പാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കണ്ടുള്ളൂ. മെഡിസിൻ വരെ ഇപ്പോൾ ഈ പോയതിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. വലിയൊരു വണ്ടി, ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്ക് തന്നെ വണ്ടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ വണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ കേട്ട് ഞങ്ങൾ വേറെ കാറിലായിട്ട് പോയത്. ഇപ്പോൾ അത് ഉച്ചക്കത്തെ ഫുഡും തന്നെ ഞങ്ങൾ ആരെങ്കിലും സ്പോൺസറെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളെ കയ്യിൽ നിന്ന് തന്നെ ഓരോരുത്തരെടുത്തിട്ട് അന്ന് ഫുഡും കൊടുത്തു. ഞങ്ങളോട് ഭക്ഷണം കഴിച്ചു. അവിടെ ഒരു പരിപാടിയൊക്കെ വെച്ചു. അവരൊക്കെ പാട്ട് പാടി ഞങ്ങളൊക്കെ കൂടി ഷെയറായി കൂടിയാടി അവർ ആളുകളൊക്കെ ചോദിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോരും. ഈ പണി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ടീം കെയർ ഫൗണ്ടേഷൻ വരുന്നത്. ടീം കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. അതാണ് വലിയൊരു ആസ്ഥാനം. അതാണ് സ്വപ്ന പദ്ധതി. ടീം കെയർ ഫൗണ്ടേഷൻ വരാനുള്ള ഒരു കാരണം ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം തന്നെ. ഞങ്ങൾ ഒരു ദിവസം പീസ് വാലിയിൽ ഈ സാധനങ്ങൾ കൊടുത്തു വരും. പീസ് വാലി എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ്. അവിടെ ഇതുപോലെ സാധനങ്ങൾ കൊടുത്തിട്ട് വരികയാണ്. കൊടുത്ത് വരുന്ന സമയത്ത് അന്ന് 2-3 സ്ഥാപനത്തിൽ പോയിക്കണം. കണ്ടവാൻ സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ പോയിട്ട് സാധനം 3 സ്ഥലത്തും കൊടുത്തു വരികയാണ്. വരുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളൊരു ചർച്ച വന്നു. ഇങ്ങനെ വലിയ വണ്ടിയാണെങ്കിൽ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പാട്ട് പാടണമൊക്കെ ഉണ്ട്, പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഇത് ചർച്ചയ്ക്ക് വെച്ചു. നമുക്കൊരു സ്ഥാപനം വേണ്ടേ. മുന്നേ മനസ്സിലുള്ളതാണ്, പക്ഷെ അതൊന്നും കൂടി അവിടുന്ന് റിപ്പീറ്റ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു. ആ കൂട്ടത്തിൽ എൻ്റെ പിന്നെ ഞങ്ങളിപ്പോഴത്തെ ചെയർമാൻ എൻ്റെ സുഹൃത്തും വളരെ ഏറ്റവും ഒപ്പം ഉണ്ടാവുന്ന ആളാണ് ഇക്ബാൽ മാഷ് എന്നോട് പറഞ്ഞു പിന്നെ 5 ലക്ഷം റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ ബസ്സിൽ വെച്ച് പറഞ്ഞു. നമുക്ക് നോക്കില്ലേ പറഞ്ഞു. ഒരു 5 ലക്ഷം റുപ്യ നമുക്കിപ്പോൾ ഓഫർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് സ്ഥാപനം തുടങ്ങില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഐക്യസ്വരത്തിലല്ലേ പറഞ്ഞു വേണം, ഒരു സംശയമില്ല. ആരാണ് തന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത് ഞാൻ ഫോൺ വന്ന് എനിക്ക് ആരോ പറഞ്ഞ മാതിരിയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കണം നമുക്ക് വേണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വളാഞ്ചേരി വന്നിട്ട് ഞങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കലായി. അങ്ങനെ ഞങ്ങൾ പലരോടും ചെന്ന് സ്ഥലങ്ങൾ ചോദിച്ചു. വളാഞ്ചേരിയിലെ മുതലാളിമാരോടൊക്കെ ചെന്നിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു. നാട്ടിലുള്ള കുറച്ച് ആളുകളൊക്കെ മുജീബ് ഡോക്ടറെയും നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരത്തൊക്കെ പോയി, ഈ ഭൂസ്വത്തുള്ള ആൾക്കാരത്ത്. അപ്പോൾ പിന്നെ ആരുമല്ലാതെ അങ്ങോട്ട്
ഈ സ്വത്തുമ്മ തട്ടുമ്പോഴുള്ള പ്രശ്നം സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ. അങ്ങനെ അതിലൊരാൾ, ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, വഹാബ് ഡോക്ടർ എന്ന് പറയും. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 5 സെൻറ്റ് സ്ഥലം തരാറുണ്ട്. നമ്മൾ നിരന്തരം പ്രസ് ചെയ്തപ്പോഴാണ് പറഞ്ഞെങ്കിലും കൂടി അവർ ഓഫറാണല്ലോ. പക്ഷേ 5 സെൻറ്റ് കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല, ഒന്നും ആവില്ല. അത് അതിൻ്റെ വിറ്റിട്ട് അതിന് പൈസ എടുക്കാൻ ഒന്നും ഇവരോട് സമ്മതിക്കില്ല, പറ്റില്ല, താല്പര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പലവരത്തും പോയി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ രാധാമണി ടീച്ചറുണ്ട്. രാധാമണി അയങ്കലം അറിയപ്പെടുക ഒരു എഴുത്തുകാരും കൂടിയാണ്. ഞങ്ങളിടയ്ക്കൊരു ഒരു രൂപം കണ്ടിരുന്നു, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന രൂപം കണ്ടി, ഫൗണ്ടർ അതിലത്തെ അംഗം കൂടിയാണ്. എല്ലാത്തിനും ഒപ്പം ഉണ്ടാവണമാണ്. എന്നോട് പറഞ്ഞ് നമുക്ക് ഇൻ്റെ ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട് വളഞ്ചേരി ഏരിയ. വളരെ കുറച്ചുകൂടെ പോകണം, ഏരിയ അല്ല, കുറച്ചുകൂടെ ഉള്ളിൽ കയറി പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കി. ഞങ്ങൾ പോയി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ 2 സ്ഥലമായിട്ടൊക്കെ കിടക്കണം ഇങ്ങനെ. അപ്പോൾ നമുക്ക് അതിൽ തുടങ്ങാൻ അതിൻ്റേതായ പ്രയാസമുണ്ട്. അവിടെ എത്തിച്ചതിന് റോഡൊക്കെ ആക്കി വരുമ്പോഴത്തേനൊന്നും നമുക്ക് ഒന്നും ആവില്ല എന്നുള്ളതിലേക്ക് മാറി മടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, കുറച്ചിപ്പുറത്ത് വേറെ സ്ഥലത്ത് വേറെ മറിയിലാണ് ഒരു വീടുണ്ട് ടീച്ചറെ. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി തോന്നിയൊക്കെ കേട്ടപ്പോൾ. ആ വീട് അവർ വേറെ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ടീച്ചർ വാങ്ങിയതാണ്. അയാൾ കടബാധ്യത വന്നപ്പോൾ ടീച്ചർ ഒരു സേവനം ചെയ്തു കൊടുത്തതാണ്. ടീച്ചർ ഞാൻ ആ വീട് എൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് തന്നെ വീടുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി നോക്കൂ, അതിൽ നമ്മൾ തുടങ്ങുക. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ തുടങ്ങുക. എന്നിട്ട് നമുക്ക് ഇനി സ്ഥലം നമ്മൾ ആകുമ്പോഴത്തേനും ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ എന്തായാലും 3 വർഷത്തിന് ഞാൻ ഒന്നും ചോദിക്കണില്ല. ഫ്രീ സർവീസ് തുടങ്ങാറ്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ നല്ല വീടാണ്, അപ്സ്റ്റെയർ ഉണ്ട്. പക്ഷേ ഈ സൈക്കാട്രി ആളുകളെ കൊടുന്നാക്കാൻ പ്രയാസം ഉണ്ടാവും, അല്ലാത്തവരെന്നെ ഒരുപാടുണ്ട് ഇന്നിപ്പോൾ. അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ പറ്റി. ആരെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ ഒക്കെ ക്ലീനാക്കി ഞങ്ങൾ പോയിട്ടൊക്കെ വൃത്തിയാക്കി ചെയ്ത സമയത്താണ് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് സ്ഥിരമല്ലല്ലോ, വേറെ സംഗതി ഉണ്ടല്ലോ. ആ സമയത്താണ് ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ നല്ല അടുത്തരേണ്ട ആൾ, കുറ്റിപ്പുറമുള്ള ആളാണ് അയാൾ. മൂടാലിൽ അയാൾക്ക് ഒരു സ്ഥലമുണ്ട്. നമ്മളെ വിളിച്ച് പറയണം അയാൾ. പിന്നെ കുഞ്ഞിപ്പ ഈ രാധാമൻ ടീച്ചർ മുഖാന്തരം പറയണത്, കുഞ്ഞിപ്പാനോട് ഒന്നുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൾ നജീബ് എന്ന് പറഞ്ഞ ആളാണ്, ഇലാ ഫൗണ്ടേഷൻ എന്ന് പറയും. ഈ രംഗത്ത് ഉള്ള ആളാണ്. നമ്മൾ ഈ പ്രവർത്തനങ്ങൾ, മറ്റൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, സേവന രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത് വളരെ നിറസാന്നിധ്യമാണ്. അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ വിളിച്ചിട്ടുള്ളൂ, വിളിച്ചേക്കന്നെ എന്നോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യുക, പിന്നെ നിങ്ങൾ ഇങ്ങനെ പദ്ധതി ഉണ്ട് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ 50 സെൻറ്റ് സ്ഥലമുണ്ട് മൂടാലിൽ, നിങ്ങൾ എടുത്തോളി, അത് നമുക്കിതിനു വേണ്ടി എടുക്കാം. അപ്പം ഞങ്ങളിരുന്ന് ആലോചിച്ചു. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചും കൂടി സ്ഥലം വാങ്ങാമെന്നുള്ള ചർച്ച വന്നു. അത് 50 പിന്നെ 1 ഏക്കറായി. അങ്ങനെ 1 ഏക്കർ സ്ഥലം കൂടി അതിനടുത്തടുത്ത് ചേർത്തു, 1.5 ഏക്കറായി. അതിന് 60 ലക്ഷം റുപ്യക്കാണ് എടുത്തത്. അത് വാങ്ങിയ ആൾ വാങ്ങിയ വിലക്ക് തന്നു നമുക്ക്. അയാൾ വാങ്ങിയ വിലക്ക് നമുക്ക് തരും, ലാഭമൊന്നും എടുത്തില്ല. അങ്ങനെ അതിപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ 10-15 ദിവസമായിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേരിലായി. ഈ 60 ലക്ഷം റുപ്യ ആൾക്കാർ തന്നാണ്. അത് ഒരു 50 റുപ്യ മുതൽ 5 ലക്ഷം വരെ തന്ന ആൾക്കാരുണ്ട്. അവർ പിന്നെ ഈ ഉദ്ദേശത്തിലേക്ക് നമുക്ക് തന്നാണ്. കുറച്ച് ഞങ്ങൾ പ്രയാസപ്പെട്ടു, പലയിടത്തും പോയി, പലയിടത്തും ദുർലഭം ചില സ്ഥലങ്ങളിൽ നിന്ന് ഒരു മോശമായ സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഈ ഇത്രയും ആളുകൾ തന്നു. പക്ഷേ ഈ തിമ്മളാഞ്ചേരി വന്നിട്ട് ശരിക്കും ഒരു 2-3 വർഷമായിട്ടുള്ളൂ, പരമാവധി 3 വർഷമായിട്ടുണ്ടാവുള്ളൂ. ഇതിനിടക്ക് ഇങ്ങനത്തെ ഒരു 50 സെൻറ്റ് സ്ഥലം ഈ 60 ലക്ഷം ഉറുപ്പ്യം തന്ന് 1.5 ഏക്കർ ഭൂമി സ്വന്തമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം, ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് വലിയ സംഗതിയാണ്. ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു, വലിയൊരു അമാനത്താണ്. ഈ സംഗതി ഇനി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു വേവലാദ്യം കൂടി എൻ്റെ മനസ്സിലുള്ളത്. സ്വാഭാവികമാണ്, അത് എന്തായാലും പൂർത്തിയാവും. സത്യം പറഞ്ഞാൽ ഈ ആളുകൾ ഈ പൈസ തരുമ്പോഴൊക്കെ സഹിക്ക് ഇതിൻ്റെ കൈ വറക്കായിരുന്നു. കാരണം വലിയൊരു ഉത്തരവാദിത്തമല്ലേ. ഏതായാലും ഇൻഷാ അല്ലാ 5 കോടി ഉറുപ്പിയുടെ പ്രൊജക്റ്റാണ്. അതിൽ 1 കോടി ഉറുപ്പ്യ ഏകദേശം ഇപ്പോൾ ചിലവായി. ഇതിൽ ബാക്കി 4 കോടി ഉറുപ്പ്യം ഞങ്ങൾക്ക് അതിൽ കണ്ടെത്തണം. അതിന് ചില കമ്പനികളായിട്ടൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ ചില പ്രതിനിധികളൊക്കെ സ്ഥലം വന്ന് കണ്ടു, ഈ CSR ഫണ്ടിന് വേണ്ടിയിട്ട് കമ്പനി വിഹിതം ചെലവാക്കുന്നത്. ഓക്കെ,
അവരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒക്കെ അതിന് വേണ്ട പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ അത് ആവും തന്നെയാണ് ഞങ്ങളെ പ്രശ്നം. ആവണം, ആവട്ടെ. അതിലെന്താണ് ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് എന്തൊക്കെയാണ്, അതിനകത്തുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അതിലെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രയാസപ്പെടുന്നവനെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. ഒറ്റപ്പെട്ട ആൾ പുനരധിവാസം മതി. പക്ഷേ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് ധാരാളമായിട്ട്. അത്തരം സംഗതികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആരുമില്ലാത്ത ആളുകളെ, ഒറ്റപ്പെട്ട ആളുകളെ, മാനസരോഗി ആവാം, ചിലപ്പോൾ മാനസരോഗം ഇല്ലാത്ത ആളാവാം, അയാൾ റോട്ടിൽ കിടക്കാതിരിക്കും, അല്ലെങ്കിൽ താമസിക്കാൻ വീടുണ്ടാവില്ല, അങ്ങനത്തെ ആളുകളെ കൊടുന്നിട്ട് ആരും നോക്കാനില്ലാത്തവരെ മരണം വരെ നമ്മൾ സംരക്ഷിക്കുക. മരിച്ച് മറവ് ചെയ്യുന്നവരെ നമ്മൾ ഉത്തരവാദിത്തത്തിലായിരിക്കും, നമ്മൾ ഏറ്റെടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് അങ്ങനത്തെ സംവിധാനം നിലവിലുണ്ടോ? സ്ഥലമുണ്ട്, പക്ഷേ ഈ മാനസിക പ്രശ്നമുള്ളവരെ എടുക്കുന്നത് കുറവാണ്. ഇല്ല ഞങ്ങളെ ഈ ചുറ്റുവട്ടത്ത് ഇല്ല. ഇപ്പോൾ മെയിനായിട്ടുള്ളത് ഈ നമ്മളിപ്പോൾ ഈ പാണ്ടിക്കാട് ആ ഭാഗത്തുള്ളതൊന്ന് 2 ഉള്ളത്, 2 സ്ഥാപനമുള്ളത്. പിന്നെ പട്ടാമ്പി സ്ഥാപനമുണ്ട്. അവിടെയൊക്കെ കൂടുതൽ മാനസിക പ്രശ്നമുള്ള ആളുകൾക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ ഇതിനോട് നിയമപ്രശ്നങ്ങളുണ്ട്. കഴിയില്ല എന്ന് മാത്രമല്ല, പാടില്ല എന്നുള്ള പ്രശ്നം കൂടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ചും കൊണ്ട് നമ്മൾ ഒരു ഈ രംഗത്ത് വളരെ നല്ലൊരു കാഴ്ചപ്പാട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഒരു മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നും അതിന് എല്ലാവരും ജനങ്ങൾ കൂടെ ഉണ്ട്. അള്ളാഹു സഹായിക്കട്ടെ. പിന്നെ ഇത് ഈ ഇത്തരം മേഖലയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ അംഗീകാരങ്ങൾ, ബഹുമതികൾ, അതുപോലെ അവാർഡുകളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അവാർഡുകൾ പറയുമ്പോഴേ പൊതുവേ ഇപ്പോൾ ഈ ടീം വളാഞ്ചേരി വന്നതിന് ശേഷമാണ് ശരിക്കും ഇതിങ്ങനെ പബ്ലിസിറ്റി ആയത്, എക്സെപ്ഷൻ ആയത്. അപ്പോൾ ഞാൻ ഇത് ഇഷ്ടപ്പെടണ്ടായിരുന്നില്ല. പിന്നെ ഇതിങ്ങനെ പബ്ലിസിറ്റി ഇങ്ങനെ കൊടുക്കേണ്ടെന്നുള്ളതൊക്കെയാണ്. പക്ഷേ ടീം വളാഞ്ചേരിയിൽ വന്ന ആളുകൾ, കുറേ ആളുകൾക്ക് പിന്നെ ആ ഒരു ഇതും കൂടിയുണ്ട്. കാരണം അത് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ആയ സ്ഥിതിക്ക് അതിന് ഫോട്ടോ എടുക്കലും അത് പിന്നെ പ്രചരിപ്പിക്കലും സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ അത് തടയാൻ കഴിയില്ല എന്ന് പറയണമെങ്കിൽ അത് ഈ ഇത്രയും കലക്ഷൻ കിട്ടാനുള്ള കാരണം, ഇത്രയും ആവാനുള്ള കാരണം ഒരു പരിധി വരെ അതുണ്ട്. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഇപ്പോഴും നിലക്കുണ്ട്. നമ്മളത് ഉൾപ്പെടാത്ത ഫോട്ടോ പ്രചരിപ്പിക്കാന്നുണ്ടല്ലോ, അതന്നെയല്ലേ നമ്മൾ ചെയ്യണത്. ഇങ്ങനെ മറ്റുള്ളവർ പറയണമെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരില്ല. അതുണ്ട് എന്നുള്ളതൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് എന്നോട് ഈ പിന്നെ ഇത്തരം അവാർഡുകൾ കാര്യങ്ങളൊക്കെ എന്നോട് പലരും പറഞ്ഞിരുന്നു, അങ്ങനെ തരണം അങ്ങനെ നിരസന ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നത്, നിരസിക്കാണ് പതിവ്. ചുരുക്കം ചില ആളുകൾ പിന്നെ ഇങ്ങനെ JCI പോലുള്ള സംഘടനയും പിന്നെ ആരൊക്കെ ഇങ്ങനെ തരുണ്ടായിട്ടുണ്ട്. അതിന് നിന്ന് കൊടുക്കലില്ല, താല്പര്യം. അതെ. എന്തായാലേ പറഞ്ഞ 4 മക്കളും ഭാര്യയുണ്ടെന്ന് പറഞ്ഞു, അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് വിഷയത്തിൽ? മക്കളെ സംബന്ധിച്ചോളം മക്കൾ ഇത് പൂർണ്ണമായിട്ടും സപ്പോർട്ടാണ് വർക്കിനോട്. പക്ഷേ ഇത് ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക, ഇതിന് വർക്കിന് വരിക എന്ന് പറഞ്ഞത് അത് അത്രത്തോളം കണ്ട് പോരാ. സ്ത്രീകൾ അനുവദിക്കുന്നില്ല. ഇല്ല. പിന്നെ ഈ ഭാര്യനെ സംബന്ധിച്ചോളം ഭാര്യ അങ്ങനെ നമ്മൾ ഈ സ്ത്രീകളൊക്കെ പിടിക്കുന്ന അവസ്ഥക്ക് വന്നിട്ട് ചെയ്യാനൊക്കെ കൂടാറുണ്ട്. ഉണ്ട്, സപ്പോർട്ടീവ് തന്നെയാണ്. പിന്നെ പൊതുവേ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെ വീട്ടുകാരും പൂർണ്ണമായിട്ട് ഇതിനൊപ്പമൊന്നുമില്ല. പ്രതിസന്ധി അങ്ങനെ ഉണ്ടാവും. അവര് മൊത്തം പുറത്തിറങ്ങി പോവുക, ഒഴുക്കി പോവുക, തിരിച്ചാണ്. ഫാമിലിയാണ് സപ്പോർട്ട് ഉണ്ട്, വലിയ അനുഗ്രഹം കൂടെയാണത്. ചിലതിങ്ങനെ ഉണ്ടാവാറില്ല, പലപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമേ കേൾക്കാറ്. പലരും പറയലുണ്ട് വീട്ടിൽ ചെന്നാൽ നേരം വൈകിട്ടുണ്ടെങ്കിൽ ചീത്ത പറയുന്ന പ്രശ്നങ്ങൾ. അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചതൊന്നുമില്ല. നേരം വിളിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ പൂർണ്ണമായിട്ടും ഞാൻ ഉദ്ദേശിക്കമായിരുന്നാലും അവർ പോരാന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നതാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതേ നമ്മളുണ്ടാവുള്ളൂ. ആ കബറിൽ കൊണ്ടുവച്ച അവസാനത്തെ കല്ലും കൂടിയും വെക്കുമ്പോൾ നമ്മളെ കൂടെ ചിന്തിക്കാൻ കഴിയില്ല. ആ ഒരൊറ്റ നിയത്താണ് മനസ്സിലുള്ളത്, മറ്റൊന്നുമല്ല. പിന്നെ പ്രശ്നങ്ങളില്ലാത്തവരാരാ അവിടെ ഉള്ളത്? എല്ലാവരും പ്രശ്നങ്ങളുള്ളവർ. ആരാണ് ലക്ഷ്യം പൂർത്തീകരിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തവർ? നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇന്ന് നടക്കുന്ന സംഭവം പൊതുവേ എനിക്ക് അതും കൂടി പറയാനുള്ളതാണ്. നമ്മൾ ഒരു ജോലി ലക്ഷ്യം വെച്ചും കൊണ്ട് നമ്മൾ പഠിക്കണ്. പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ വിവാഹിതരാവണ്, വീടാവണ്, അത് കഴിഞ്ഞ് മക്കൾക്ക് വീടാവണം, ഇങ്ങനെയുള്ള ലക്ഷ്യമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതാരും തികഞ്ഞു വരില്ല. അപ്പോൾ അത് പൂർത്തിയാവില്ല. നമ്മൾ ഈ തിരക്കിട്ട നമ്മളെ മറ്റുള്ള തിരക്കുകൾക്കിടക്ക്
ഇത്തരം ഇതിന് ഒരു ഈ വർക്കുകൾക്കും കൂടി ഇങ്ങനത്തെ പിന്നെ കർമ്മങ്ങൾക്ക് കൂടി നമ്മൾ സജ്ജരാവണം, അതിൽ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പിന്നെ ഒരിക്കലും നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. പക്ഷേ വേറൊന്നുണ്ട്, നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യാത്തത്, നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയറായി ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ വീട്ടിലത്തെ കല്യാണങ്ങളായാലും കുടിയിരിക്കലായാലും പിന്നെ ഇനി ഒരു മരണത്തോടനുബന്ധിച്ച കർമ്മങ്ങൾ വരെ ഇന്ന് പലരും ചെയ്യണം. എന്തെല്ലാമാണ് ചെയ്യുന്നത്, അവർ യാത്ര പോകണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര പ്രയാസം ഉണ്ടെങ്കിലും സമയം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മുടെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ച വളാഞ്ചേരിയുടെ സ്വന്തം നന്മമരം കുഞ്ഞിപ്പ സാഹിബിന് പീസ് റേഡിയോ ടീമിൻ്റെ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.